ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വർക്കല ട്രിപ്പാണ്. നമ്മൾ മെയിനായിട്ട് ഒരു എക്സാമിനാണ് പോകുന്നത്. പിന്നെ വർക്കലയ്ക്ക് അടുത്തായതുകൊണ്ട് എക്സാം എഴുതിയതിന് ശേഷം നേരെ വർക്കല ബീച്ചിലോട്ടൊക്കെ പോയി ഒരു കറങ്ങി നമ്മൾ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ചേട്ടനാണ്. ആ ചേട്ടന് ഞാനും കൂടെ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. സ്കൂട്ടിയിൽ നമ്മൾ രണ്ടുപേരും യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. കുറേ ദൂരം ഇങ്ങനെ പോയപ്പോൾ വെഞ്ഞാറമ്മൂട് ഭയങ്കര ബ്ലോക്കായി പോയി. കണ്ടോ, ബ്ലോക്കിൽ പിന്നെ പെട്ടു റോഡ് പണിയിടാണ്. പിന്നെ വെള്ളവും കുടിച്ച് പിന്നെ ഒരു തോതിക്ക് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത യാത്രയാണ്. അങ്ങനെ യാത്രയിലേക്ക് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നിർത്തി ഫോട്ടോയും ചായയും കുടിച്ച് അതിമനോഹരമായിട്ട് നല്ല യാത്രകളൊക്കെ ചെയ്ത് മാറി ഓടിച്ചാണ് പോകുന്നത്. പുള്ളിക്കാരൻ ഓടിച്ചായിരുന്നു, പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് ഞാനാണ് ഓടിച്ചത് മൊത്തം. പിന്നെ ഞങ്ങൾ ആ ബീച്ചിലെത്തി അടുത്ത ഒരു വ്യൂ ആണ്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാർ വളരെ കൂടുതലാണ്. 4 മണിക്ക് ശേഷം ഭയങ്കര ആൾക്കാരായിരുന്നു. പിന്നെ കണ്ടോ, നല്ലൊരു വ്യൂ ആണ്. കടലും ഇന്നൊരു സമയത്ത് ഒരു 4 മണിയാവും ഇത് ഷൂട്ട് ചെയ്തപ്പോൾ. കണ്ടോ, എന്തൊരു ഭംഗിയാണ്, ഒരു രക്ഷയില്ല. കണ്ടോ, ഇത്രയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഞങ്ങളിതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ചെറിയ ഇളം വെയിലൊക്കെ ഉണ്ട്. പക്ഷേ വെയിലിൽ ഈ മഴയ്ക്കുള്ളതാണെന്ന് നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയ്ക്കുള്ള വെയിലാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ നടക്കുകയാണ്. ആ വ്യൂ ഉണ്ടോ, എന്തൊരു ഭംഗിയാണ്. ആ വീഡിയോയിൽ പോലും ഇത്രയും മനോഹരമാണെങ്കിൽ നമ്മൾ അതിൽ നടന്നു പോകുമ്പോഴേ അതിൻ്റെ ഭംഗിയും ഫീലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മാറി വീഡിയോ എടുക്കുകയാണ്. വളരെയധികം ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. ഒരുപാട് വിദേശികളും ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കടലിങ്ങനെ പടർന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുക, ജമാലകളും തന്നെ അതിമനോഹരമായിട്ടുണ്ട്. നല്ല വ്യൂവും എല്ലാം, എന്താ പറയുക, ഒരു രക്ഷയില്ല. എത്ര സുന്ദരമാണല്ലോ നമ്മുടെ ഈ കൊച്ചു കേരളം, എത്ര സുന്ദരമാണ് നമ്മുടെ ഈ കൊച്ചു ലോകം. വളരെയധികം ഭംഗി നിറഞ്ഞതും ആ കടലിൻ്റെയൊക്കെ ആ ഒരു തിരമാല വന്നടിക്കുന്നതല്ല, എന്തൊരു ഭംഗിയാണ്. ഇവിടെ ഒട്ടനവധി വിദേശികളാണ് വന്നു പോകുന്നത്, അതുപോലെ താമസിക്കുന്നുണ്ട്. അവർക്ക് തന്നെ വളരെയധികം ഇഷ്ടമാണ് നമ്മുടെ ഈ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ. എന്നിട്ട് നമ്മൾ പലരും പോകാതെ ഇപ്പോഴും വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടികളിലും വാഹനങ്ങളൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രകൃതി രമണീയമായി ആസ്വദിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ കടലിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങി. പിന്നെ കുളിച്ചൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു കറങ്ങി അവിടെ നിന്നിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ. വന്നിട്ട് നമ്മൾ നേരെ ഇനി തിരിച്ചു പോവുകയാണ്. വന്ന വഴി